കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗനേനിയൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്പർക്ക് പരിക്ക് പറ്റിയെന്നും അദ്ദേഹത്തിന് ഈ സീസൺ നഷ്ടമാകുമെന്നും ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ റിപ്ലേസ് ചെയ്യുകയാണെന്നും ജസ്റ്റിൻ ഇമ്മാനുവലിനെ ടീമിലേക്ക് പെട്ടെന്ന് തിരിച്ചു വിളിച്ചു എന്നുമാണ് റിപ്പോർട്ടുകളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹം ക്വാമെ പെപ്പർക്ക് പകരക്കാരനായിട്ടല്ല ടീമിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല അതിലേറെ ആരാധകരെ അമ്പരപ്പിച്ച മറ്റൊരു കാര്യം, ലൂണയേക്കാൾ സാലറി നൽകിക്കൊണ്ടാണ് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓസ്ട്രേലിയയിലെ ഒരു ലോക്കൽ മാധ്യമമായ ഒമു TV ആണ് എന്നാണ്. എന്നാൽ ഇത് തീർത്തും ഫേക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം ക്വാമെ പെപ്രക്ക് പകരക്കാരനായിട്ട് ഒരു സ്ട്രൈക്കറെ മാത്രമാണ് ആവശ്യം. അല്ലാതെ മറ്റേത് പൊസിഷനിലേക്കും ഒരു വിദേശ താരത്തിൻ്റെ ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും ഒരു ഫേക്കാണ് എന്നതിൽ, ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരും. ഇനി അഥവാ ഈ ഒരു വാർത്ത സത്യമാണ് എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാക്കുകളിൽ മാർക്കോ ലെസ്കോവിച്ചോ അല്ലെങ്കിൽ മിലോസ് ഡ്രിൻസിച്ചോ ക്ലബ്ബ് വിടും.